ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. കർത്താവിൻ്റെ വലിയ കാരുണ്യവും സ്നേഹവും നമ്മൾ അനുഭവിക്കുകയായിരുന്നു. അവൻ്റെ സ്നേഹത്തിലായിരിക്കുക. കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. അതിനപ്പുറത്തൊരു അനുഗ്രഹമോ ഒരു അനുഭവം ഇല്ല മക്കളെ. കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, കർത്താവിനെ പരിഗണിക്കുന്നു, കർത്താവിനെ പരിപാലിക്കുന്നു. അതിനപ്പുറത്ത് എന്താ വേണ്ടത് നമുക്ക്? നിങ്ങൾക്ക് വേറെ എന്ത് ഡിപ്പോസിറ്റാണ് വേണ്ടേ? നിങ്ങൾക്ക് വേറെ എന്ത് സ്വത്താണ് വേണ്ടത്? കർത്താവ് എന്നെ പരിഗണിക്കുന്നു, കർത്താവ് എന്നെ പരിപാലിക്കുന്നു. എനിക്കെൻ്റെ ദൈവമുണ്ട്, എൻ്റെ കർത്താവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, വലുതാരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ ജ്ഞാനസ്നാനമായിരുന്നു ഞായറാഴ്ച തിരുനാൾ ആഘോഷിച്ചു. ഇതാ ആണ്ടുവട്ടത്തിലെ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സാധാരണ ജീവിതങ്ങൾ, പച്ചയായ ജീവിതങ്ങൾ നമ്മൾ നയിക്കാൻ പോവുക. ഹല്ലേലൂയ, തമ്പുരാന്റെ കരുണയും തമ്പുരാന്റെ അനുഗ്രഹവും നമ്മൾ അനുഭവിക്കുക. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിവേ. ടേസ്റ്റ് ആൻഡ് സീ ഹൗ ഗുഡ് ഈസ് ദ ലോർഡ്. 2026 ദൈവമേ, രാവിലെ എഴുന്നേറ്റ് പറഞ്ഞു, ദൈവമേ നിന്നെ സ്നേഹിക്കുന്ന കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്നല്ലോ. ഒരു ദിവസം നീട്ടി ദൈവമേ, നീ എനിക്കൊരു ദിവസം കൂടി തന്നല്ലോ, നീ എനിക്കൊരു ദിവസം കൂടി തന്നല്ലോ. ദൈവമേ, ദൈവമേ ഇന്ന് ഈ പള്ളി വരാൻ എനിക്ക് പറ്റിയല്ലോ കർത്താവേ. ദൈവമേ വചനം കേൾക്കാൻ എനിക്കിട വന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം മുഴുവൻ ഒരു സ്തുതിപ്പായിട്ടും ആരാധനയൊക്കെ. ഇത് വലിയ വിശുദ്ധൻ്റെ പ്രത്യേകതയൊന്നുമല്ല മക്കളെ. ആത്മാർത്ഥതയുള്ള ആരും, നമ്മളൊക്കെ നന്ദി പറഞ്ഞ് ജീവിക്കുന്നവരല്ലേ. എന്തോരം പേരുടെ ഔദാര്യമാണ് നമ്മളൊക്കെ. രാവിലെ കുടിച്ച കാപ്പി, ഏത് കാപ്പിത്തോട്ടത്തിലുണ്ടായ കാപ്പിക്കുരുവോ കുടിച്ചത് നിങ്ങൾ കഴിച്ചത്? നമ്മൾ രാവിലെ ചായ കുടിച്ചത് ഏത് തേയിലത്തോട്ടത്തിലാണ്? ഏതോ പാവപ്പെട്ടവന് അവകാശപ്പെട്ട ശമ്പളം കിട്ടാതെ ഉണ്ടാക്കിയ തേയിലയാണ് നിങ്ങൾ കുടിച്ചത്. 250-350 രൂപയും കൂലി, ദിവസക്കൂലി വാങ്ങിക്കുന്ന ഏതോ പാവപ്പെട്ട തമിഴ്നാട്ടുകാരുടെ അധ്വാനമാണ് നീ കുടിച്ച ചായ. ആ പാലെവിടുന്ന് വന്നെന്ന് പോലും അറിയത്തില്ല. ഏതാണ്ടൊക്കെ കലക്കിയോ അതോ പശുവിൻ്റെ പാലാണോ? ഏതോ കർഷകൻ പാവപ്പെട്ടവൻ, അവൻ്റെ കഠിനാധ്വാനവും അവൻ്റെ വെയിലും ഒക്കെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോന്നും അങ്ങനെയല്ലേ മക്കളെ. ജീവിതത്തിൽ ഓരോന്നും കർത്താവിൻ്റെ കാരുണ്യമല്ലേ. രാവിലെ ഉണർന്നത്, ആ വെച്ച വീടുമൊക്കെ, നിങ്ങൾ വെച്ച വീടും അധ്വാന ഫലമായിരുന്നു. പക്ഷെ ആരൊക്കെയോ കരുണ കാണിച്ചത് കൊണ്ടല്ലേ ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത്. സത്യത്തിലല്ലേ? ഒരുപക്ഷെ നമ്മൾ ഈ എഴുന്നേറ്റ് നടക്കുന്നതൊക്കെ ആരൊക്കെയോ കാണിച്ച കാരുണ്യം. രാവിലെ ഒരു അമ്മച്ചി എൻ്റെ അടുക്ക് വന്നു, ഒരു 10-25 ടൈപ്പ് മരുന്നുമായിട്ട്. എൻ്റെ പൊന്നു ഡോക്ടർമാരെയും ഉള്ള മരുന്നെല്ലാം കൂടെ പാവങ്ങൾക്ക് കൊടുക്കല്ലേ. കാല് പിടിച്ച് പറയുക കേട്ടോ. ആ മരുന്ന് എഴുതിയ ഡോക്ടർ ന്യായമല്ല ചെയ്തൊക്കെന്ന് എനിക്കറിയാം. ഞാൻ ഡോക്ടറല്ല. നെഞ്ചുവേദനയാന്ന് എന്ന് പറഞ്ഞാൽ ഒരു 10-25 ടൈപ്പ് മരുന്ന്. എൻ്റെ മക്കളെ, മരുന്ന് എല്ലാം കൂടെ കഴിച്ച് വിഷമാണ് ഈ മരുന്നൊക്കെ. ഇവിടെ ഒരു ഭയങ്കര ബിസിനസ് നടക്കും, ഒരു വലിയൊരു കൊള്ളം നടക്കുന്നുണ്ട്. മെഡിക്കൽ എനിക്കതിന് വാക്കുകൾ തീവ്രവാദം നടക്കുന്നുണ്ട് മക്കളെ. ഒരു ഭീകരപ്രവർത്തനം, മരുന്നിൻ്റെ ഭീകരപ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. ഉള്ള മരുന്നെല്ലാം കൂടെ വാങ്ങിച്ച് കഴിക്കരുത്. ഞാൻ അമ്മച്ചിയോട്, അമ്മച്ചി അതുകൊണ്ട് കിണറ്റിൽ കളയാൻ പോകും, വെള്ളത്തിൽ ഒഴിച്ച് കളയാൻ പറഞ്ഞു. അമ്മച്ചിക്ക് കുറച്ച് കാലം കൊണ്ട് ജീവിക്കണമെന്നുണ്ട്, അതുകൊണ്ട് എഴുതില്ല. ഹല്ലേലൂയ. ഇന്നലെ വേറൊരു വ്യക്തി പറയുമായിരുന്നു, എത്രയോ 1000 രൂപ, എനിക്കറിയില്ല, 18,000 രൂപയുടെ മരുന്ന് കൊടുത്തു. മരുന്ന് കഴിച്ച് അന്നേരം വലിയ ഛർദ്ദിൽ ആരംഭിച്ചു. ആ മരുന്ന് തിരിച്ചു കൊടുക്കാൻ ചെന്നപ്പോൾ പറയും അത് വേണ്ടെന്ന്. എവിടെയെങ്കിലും ആത്മാർത്ഥതയുണ്ടോ നിങ്ങളൊന്ന് പറഞ്ഞേ. എനിക്കറിയത്തില്ല, ലോകത്തിൽ എവിടെയെങ്കിലും ആത്മാർത്ഥതയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല മക്കളെ. ഈ ഉള്ള ആശുപത്രികളെല്ലാം കയറാൻ ഓടരുത്. ഉള്ള ആശുപത്രിയുടെ പുറകെ ഓടല്ല. മരിച്ചു പോകുന്ന പോട്ടെന്നേ. ഒത്തിരി കാലം ഒന്നും ജീവിച്ചിട്ട് നമ്മളെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല, ചെറിയ ഉപകാരം കാണും. ആരും വിചാരിക്കല്ല, ഞാനങ്ങനെ വിചാരിക്കാറുണ്ട്. ഞാൻ ജീവിച്ചിരുന്നതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല മക്കളെ. ഞാൻ നെഗറ്റീവ് ആകാനല്ല വന്ന്, ബി പോസിറ്റീവ് മക്കൾ. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മര്യാദയ്ക്ക് കിടന്നു തുടങ്ങി. ആ മൊബൈൽ ഫോണൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച്. ഇന്ന് രോഗത്തിൻ്റെ ഒന്നാമത്തെ കാരണം മൊബൈൽ ഫോണാണ്.
ഫസ്റ്റ് റീസൺ ഭക്ഷണമല്ല, മൊബൈൽ ഫോൺ. പ്രാന്ത് മനുഷ്യർ പിടിച്ചിരിക്കുക. ലോകം മുഴുവൻ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം. ആ ഫോണൊന്ന് നിങ്ങൾ പറ്റുമെങ്കിലും ലാൻഡ് ഫോൺ കിട്ടുമെന്ന് BSNL ഒന്ന് വിളിച്ച് ചോദിക്കും. ആ ഫോൺ ഉപയോഗിക്കുക. ഈ ഫോൺ കൊണ്ടുപോയി കിണറ്റിലിട, നിങ്ങൾ രക്ഷപ്പെടും. പകുതി പ്രഷർ കുറയും, പകുതി കൊളസ്ട്രോൾ കുറയും, പകുതി ഡയബറ്റിക് കുറയും, പകുതി അസുഖമാകും. നമ്മളറിയാതെ നമ്മളെ കൊന്നുകൊണ്ടിരിക്കുക, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ ഞെരുക്കിക്കൊണ്ടിരിക്കുക. ഉള്ള മരുന്നെല്ലാം അങ്ങോട്ട് വാങ്ങിക്കാൻ പോയില്ല. അത്യാവശ്യമുണ്ട് ആശുപത്രിയിൽ പോകും മക്കളെ, ഇല്ലെങ്കിൽ പോകണ്ടെന്ന് വെക്കുക. മര്യാദയ്ക്ക് പ്രാർത്ഥിച്ച് നല്ല ശുദ്ധജലം കുടിക്കുക. വലിയ വിഷമൊന്നുമില്ലാത്ത കുറച്ച് പച്ചക്കറിയൊക്കെ വീട്ടുപറ്റത്ത് പിടിപ്പിച്ചിട്ടുണ്ട്, അത് പറിച്ച് തിന്നുക. ഉള്ള പന്നിയും പശുവും എല്ലാം കൂടെ തിന്നാൻ പോകണ്ടെന്നേ. വേണമെങ്കിൽ അത്രയ്ക്ക് കൊതിയുണ്ടെങ്കിൽ ഇച്ചിട്ട് വല്ല ചിക്കനോ വല്ലതും വീട്ടിൽ മുട്ട വിരിയിച്ച് അല്ലെ കോഴിക്കുഞ്ഞിനെ കിട്ടുമെങ്കിൽ അതിനെ വളർത്തുക. നമുക്കുള്ള ജീവിക്കണ്ടേ, നല്ല സന്തോഷമുള്ള ജീവിതം വേണ്ടേ. ഹല്ലേലൂയ. വൈകുന്നേരം ആകുമ്പോൾ വണ്ടി ഓടിച്ചുള്ള ഹോട്ടലിൽ പോയിട്ട് അവൻ തരുന്ന ആ കൊള്ളുകയില്ലാത്ത സാധനം എല്ലാം കൂടെ കഴിക്കരുത്. ഹോട്ടലുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയൊന്നും പറയുന്നതല്ല. കുടുംബജീവിതങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. വീട്ടിലുള്ള സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കാൻ നമുക്ക് പഠിക്കാം മക്കളെ. ഹല്ലേലൂയ. നല്ല രീതിയിൽ കറി വെച്ചാൽ, പച്ചക്കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അത് കഴിച്ച് ഈ അസുഖമൊന്നും വരുത്തൊന്നുമില്ല. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുക. വഴക്കുണ്ടാകാതിരിക്കുക, അസുഖം പകുതി കുറയും. വഴക്കുണ്ടാകാതിരിക്കുക. ഇത് കെട്ടിയവനും സമാധാനമില്ല. അവൻ കുറച്ച് കുടിച്ചും കൂടെ ഇങ്ങ് വരും. രാത്രി മുഴുവൻ ബഹളമാണ്. ആ പാവം പിടിച്ച കുഞ്ഞുങ്ങൾ എന്നാ ചെയ്യാനാ? നമ്മളെ പകുതി ഈ വഴക്ക് നിർത്തും. നിങ്ങൾ ഈ വഴക്ക് നിർത്ത്, പകുതി അസുഖം മാറും. ക്ഷമിക്ക്, മുക്കാൽ അസുഖം മാറും. ക്ഷമിച്ചു കൊടുക്കും. നമ്മൾ വേദനിപ്പിച്ചവരും വിഷമിച്ചവരും അല്ല, ഈശോയുടെ നാമത്തെ പരിശുദ്ധാത്മ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഇതാണ്. ഞാനൊന്നും മനസ്സിലായി. ഞാനിവിടെ വന്ന് കയറുമ്പോൾ പരിശുദ്ധാത്മ എന്ന ചിന്തകളെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അസുഖം പകുതി കുറയും. എല്ലാവരെയും ഒന്ന് ക്ഷമിച്ച്, എല്ലാവർക്കും ഒന്ന് മാപ്പ് കൊടുത്തേ, എല്ലാവരെയും ഒന്ന് സ്നേഹിച്ചേ. ഞാൻ വീണ്ടും പറയും, ഒരു നെഞ്ചുവേദന അറ്റാക്ക് ഒന്ന് പോട്ടടപ്പാ. ഈ കിടന്ന് നരകിച്ച് ഈ മരുന്നെല്ലാം കൂടെ കഴിച്ച് അവസാനം കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടു, മരുന്ന് കഴിച്ച് വയറ് മുഴുവൻ പൊള്ളിപ്പോയി, അൾസറാ വയറ്റില്ല. ഞാൻ ചുമ്മാ പറയുന്ന കാര്യങ്ങളല്ല ഇത്. ഇന്ന് ആ ചേച്ചിയുടെ മരുന്നും കൂടെ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകളിപ്പോൾ ഞെട്ടിപ്പോയി. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് പറയേണ്ട ഒരു വിഷയമാണ്. അവർക്ക് എഴുതിയാൽ മതി എന്നേ. ചോദിക്കും കൊച്ചുങ്ങളെ, എൻ്റെ മോൻ അമേരിക്കയിലുണ്ട്, എൻ്റെ മോൾ ജർമ്മനിയിലുണ്ട്. ഓക്കെ, അപ്പം നിനക്കൊരു 20 ഇരട്ടി മരുന്നങ്ങ് തരും. ഒരു ഗതിയില്ല ഡോക്ടറെ, ജീവിക്കാമെന്ന് പറഞ്ഞാൽ നിനക്ക് ഒരു മരുന്നും തരികയല്ല അവർ. നിന്നെ അവിടെ കിടത്തത്തുമില്ല. ആദ്യം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് ഇപ്പം ട്രീറ്റ്മെൻറ്റൊക്കെ വരുന്നത്. കഴിഞ്ഞ ദിവസം ആരാണ് പറയുന്നത് കേട്ടോ, ബൈപ്പാസ് ഓപ്പറേഷൻ അങ്ങനെ പറഞ്ഞിരിക്കും ഒരു ആശുപത്രിയിൽ. മകൻ ഒരുത്തൻ ഓസ്ട്രേലിയയിലും ഒരുത്തൻ ന്യൂസിലൻഡിലുമാണ്. എന്തോ 19 വയസ്സുള്ളൊരു വ്യക്തിക്കാണ് ഇത് പറഞ്ഞേക്കുന്നത്. അവിടുന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞ് വേറൊരു ആശുപത്രി ചെന്ന് പിറ്റേ ദിവസം ഡിസ്ചാർജായി. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയാം. നിങ്ങളെ കുറച്ചും കൂടെ എനിക്ക് പള്ളി കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ വന്നിട്ട് വചനം കേൾക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാത്രം ഉള്ളതിനെല്ലാം എടുത്തു വാരി. ഇനി ഞാൻ പറയട്ടെ ഒന്നും കൂടെ, അതും കൂടെ അവസാനം മെഡിക്കൽ കോളേജിലേ പോകാവുള്ളൂ, അല്ലെ ജില്ലാ ആശുപത്രിയിലേ പോകാവുള്ളൂ. പോയാൽ മതി. എനിക്കറിയാം എല്ലാവരും കൂടി ഇപ്പം എന്നോട് പിണങ്ങുമെന്ന് എനിക്കറിയാം. പണ്ടൊരിക്കൽ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് ഡോക്ടർമാരെല്ലാം കൂടെ എന്നോട് പിണങ്ങി. അച്ഛൻ്റെ പണി നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ പണി നിങ്ങളെ നോക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പണി എനിക്ക് നോക്കണം, നിങ്ങളെ എനിക്ക് നോക്കണം. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു തരിക. നല്ല മിടുക്കന്മാർ ഡോക്ടർ, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നല്ല സൂപ്പർ, നല്ല മിടുക്കന്മാർ, കമ്മിറ്റഡ് ആയിട്ടുള്ള ദൈവഭയമുള്ളവരാണ്. എനിക്കറിയാവുന്ന അത്രയും മെഡിക്കൽ കോളേജ്. നിങ്ങൾ പോകും, അവിടെ കുറച്ച് ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും. പെട്ടെന്ന് മരിക്കത്തില്ല കേട്ടോ. നിങ്ങളുടെ മക്കൾക്ക് സമാധാനം ഉണ്ടാവും. നേരെ വിട്ടുപോവുക. അവിടെ ചെന്നിട്ടുള്ള മരുന്നല്ല, ഈ പിള്ളേർ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയല്ലേ. ഹല്ലേലൂയ. ആരെയും വേദനിപ്പിക്കാനല്ല, ആരോഗ്യത്തോടെ ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി അച്ഛനത് പറയണേ. ആരോഗ്യത്തോടെ ജീവിക്കാൻ ഉള്ളതെല്ലാം മരുന്ന് വാങ്ങിച്ച് കഴിക്കല്ല. എന്ത് പറ്റുമെന്നറിയോ, ഈ മരുന്ന് കഴിച്ച് പിന്നെ ഒരു മരുന്ന് കഴിച്ചാൽ അത് നിനക്ക് ഏക്കത്തില്ല. ഹല്ലേലൂയ. ആൻറ്റിബയോട്ടിക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ. ആൻറ്റിബയോട്ടിക്
എനിക്കറിയത്തില്ല ഇത് പറഞ്ഞ് 10 ഡെൻസിറ്റി ഉള്ളത് കഴിച്ച ആൾക്ക് പിന്നെ 5 കഴിച്ചിട്ട് പിന്നെ അവന് 15 കഴിക്കേണ്ടത്. ഇതിൻ്റെ കണക്കുണ്ടേ. കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി പ്രായമായിരിക്കുമ്പോൾ ഒരു മരുന്നും നിനക്ക് കേൾക്കത്തില്ല. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത് നമ്മൾ ശ്രദ്ധിച്ച് ജീവിച്ചാൽ മതി മക്കളെ. കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ജീവിക്കുന്ന സാഹചര്യവും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച്, ഉള്ള പഞ്ചസാരയെല്ലാം കൂടെ കഴിക്കാതിരിക്കുക, ഉള്ള കോളായും കൊക്കക്കോളായും അതും ഇതൊക്കെ വാങ്ങിച്ച് കുടിക്കാതിരിക്കുക, ഈ ബേക്കറി കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെൽത്ത് ക്ലാസ് അല്ലെന്ന് എനിക്കറിയാം. ശരീരത്തിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ ആത്മാവിൽ ആരാധിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞത് ഹല്ലേലൂയ. നല്ലൊരു സഹോദരൻ, അങ്ങോട്ട് സ്നേഹവും ഒരു സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പകുതി തലവേദന പോയി, പകുതി ക്ഷീണം പോയി. പിന്നെ കുറച്ച് പൊതു കാര്യങ്ങളൊക്കെ ഇടപെടണം. ഒരു ആത്മീയ കാര്യം ഇന്ന് ചൊവ്വാഴ്ചകളിലൊക്കെ വന്ന് പറ്റുമെങ്കിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യണം. റിട്ടയർ ചെയ്ത ചേട്ടന്മാരെ ഒരു കുർബാന കുടിച്ച് വീട്ടിൽ പോകില്ല, നിങ്ങൾ ഇവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യണം. റിട്ടയർമെൻ്റൊക്കെ കഴിഞ്ഞവരൊക്കെ ഞാൻ ക്ഷണിക്കുക ശുശ്രൂഷയ്ക്ക്. ഹല്ലേലൂയ, ചതിബറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ചതിബറ ഹല്ലേലൂയ, ചതിബറ ഹല്ലേലൂയ. സന്തോഷമൊന്നുമില്ലല്ലോ, വലുതന്നെ വന്നൊരു ഹല്ലേലൂയ വിളിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ വചനം വായിക്കാൻ പോകും 40-ാം അധ്യായം. നമ്മളെ പുതിയൊരു ജീവിതത്തിലേക്ക് 39 നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. 39 വരെ തോന്നിയാസം ജീവിച്ച മനുഷ്യന്മാർ 40-ൽ എന്ത് പറ്റി? അടിമത്തത്തിലെത്തി. നമ്മൾ അടിമകളെ, നമ്മളൊക്കെ ഓരോ തരത്തിലുള്ള അടിമത്തത്തിലാണ് മക്കളെ. പലതിൻ്റെയും അടിമത്തം. ചിലരോട് നിരാശയാണ് ചില മനുഷ്യർക്ക്. ഞാൻ ചില മനുഷ്യർ ആരെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നില്ല, 1-2 മനുഷ്യരെ എൻ്റെ മനസ്സ് ഇവരുടെ മുഖം കാണണേ. മുഖത്ത് സങ്കടമൊന്നും എഴുതി വെച്ചാൽ മതി. അതിന് പകരം കണ്ണുകളൊക്കെ കുഴിഞ്ഞ് മുഖമൊക്കെ ഇങ്ങനെ വാടി ഇങ്ങനെ സങ്കടപ്പെട്ട്. ഹല്ലേലൂയ. അവൻ്റെ ജീവിത സാഹചര്യം അങ്ങനെ സങ്കടപ്പെട്ടത്. എത്ര സങ്കടമാണ് സങ്കടപ്പെടല്ലോ മക്കളെ. നീ മുഖം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ആരെങ്കിലും നിനക്ക് ഉപകാരം ചെയ്യാൻ പോകുന്നുണ്ടോ? നിന്റെ സങ്കടം വേണേ അച്ഛന്മാരോട് വേറെ നാട്ടുകാരോടൊന്നും പറയാൻ പോയേക്കല്ല. നമ്മൾ സങ്കടമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ പോകുന്നുണ്ടോ? ആരും സഹായിക്കുന്നില്ല. പറയും അവൻ വലിയ പ്രശ്നത്തിലാകട്ടോ. പിന്നെ നിനക്ക് വെളിയിലും കൂടെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതുപോലെ നീണ്ട മുഖവും കൊണ്ട് ജീവിക്കല്ലോ കേട്ടോ. സങ്കടപ്പെട്ട് ജീവിക്കല്ലോ. ഒരു സന്തോഷം എപ്പോഴും വേണം, ഒരു കോൺഫിഡൻസ് മുഖത്ത് വേണം മക്കളെ. ഒരു ധൈര്യത്തോടു കൂടിയൊക്കെ നിങ്ങൾ ജീവിക്കണം. അത് തന്നെ നമുക്കൊരു ആത്മീയത തരും മക്കളെ. ഒരു കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ നിൽക്കുന്നത്, ഒരു സന്തോഷത്തോടെ, ചതയൊന്നുമല്ല, ഒരു ജീവനോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റണം. ഹല്ലേലൂയ, ചതിബറ ഹല്ലേലൂയ, ചതിബറ ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞ അമ്മച്ചിയില്ലേ, ഒരു ഇയാൾക്ക് മരുന്നും കൊണ്ട് വന്ന അമ്മച്ചിയോടെയാണ് പറഞ്ഞ അമ്മച്ചിക്ക് മരുന്ന് ഒന്നും കഴിക്കേണ്ട കാര്യമില്ല. അമ്മച്ചിയുടെ മുഖം ഒന്ന് വിടർന്നു. അമ്മച്ചി ഒന്ന് ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കാൻ പോകുന്നു. അമ്മച്ചിക്ക് വലിയ സന്തോഷമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചാൽ മതി മക്കളെ, പകുതി അസുഖം മാറും. ഒന്ന് പുഞ്ചിരിച്ചാൽ മതി, കാൽഭാഗം അസുഖം മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 40 നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, വിപ്രവാസത്തിൽ, അടിമത്തത്തിൽ, ദുഃഖത്തിൽ, വേദനയിൽ, ഇരുട്ടിൽ കഴിയുന്ന മനുഷ്യൻ നിങ്ങളുടെ ദൈവം അരുളി ചെയ്യും. എന്തുമായിക്കൊള്ളട്ടെ മക്കളെ നിങ്ങളുടെ വിഷയം, ആശ്വസിപ്പിക്കുവിൻ. ആശ്വസിക്കാനല്ല, ആശ്വസിപ്പിക്കാൻ. അടുത്തിരിക്കുന്നതിനെ ആശ്വസിപ്പിച്ചോളാൻ. ഹലോ, നിങ്ങൾ ആശ്വസിക്കാനല്ല, നിങ്ങൾ ആശ്വസിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ അച്ഛനെയും വചനം പറയുന്നുണ്ട്. ഒരു ഗുണം, അച്ഛൻ നല്ല ധൈര്യമാണ്. ഞാൻ ഈ വചനം ഇങ്ങനെ പ്രഘോഷിക്കുന്നുണ്ട്. എന്താ ഒരു എനിക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് നല്ല ധൈര്യം, എനിക്കൊന്നും പേടിയില്ല. ഇപ്പം എനിക്ക് ദൈവത്തെ പറ്റി നല്ലൊരു ഉറപ്പുണ്ട്, ഒരു ധൈര്യമുണ്ട്. ഈ ഈശോയെ പറ്റി പറഞ്ഞ കഴിഞ്ഞ വെള്ളിയാഴ്ച, സെക്കൻഡ് ഫ്രൈഡേ, ബ്യൂട്ടിഫുൾ നൈറ്റ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ വെള്ളിയാഴ്ച വരാഞ്ഞൊക്കെ നഷ്ടം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അത്ഭുതപ്പെട്ടു പോയി. 8 മണിക്ക് കയറിയിട്ട് രാവിലെ 5:30 ആയിട്ടും ഉറക്കമില്ല. നല്ല സുന്ദരമായിട്ട് മക്കളെല്ലാം പ്രാർത്ഥിച്ച്, ആരാധിച്ച്, സ്തുതിച്ച്, നല്ല പാട്ടുകൾ അവർ പാടി, നല്ല മനോഹരമായിട്ടുള്ള ശുശ്രൂഷയായിരുന്നു. ജപമാലയും കുരിശൻ്റെ വഴിയും കരണക്കൊന്തയും ഒക്കെ ചൊല്ലി നല്ല മനോഹരം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഐ കനോട്ട് ഫോർഗെറ്റ് ദാറ്റ് നൈറ്റ്. ഒരു സുന്ദരമായ രാത്രിയായിരുന്നത്. കർത്താവ് തന്ന വലിയ ബലത്തിൻ്റെ അഭിഷേകം. രാത്രിയുടെ രഹസ്യങ്ങളാണ്, തിയോളജി ഓഫ് ദ നൈറ്റ്. രാത്രിയുടെ ദൈവശാസ്ത്രമായിരുന്നു പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്.
ഇരുട്ടിൽ വെളിപ്പെടുന്ന കർത്താവിന്റെ പ്രകാശം, ഇരുട്ടിൽ നിന്നും ഉയരുന്ന ഒരു സുപ്രഭാതം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ആനന്ദത്തോടെ, ധൈര്യത്തോടെ ജീവിക്കുക. കയ്യിലൊന്നുമില്ലെങ്കിൽ ഉള്ളതുപോലെ ജീവിക്കുക മക്കളെ. കർത്താവ് തരും നിനക്ക്. നീ ഇല്ലായ്മയിലായിരിക്കും, ഒരു വിഷമത്തില്, സാരമില്ലെന്നോ നീ ധൈര്യത്തോടെ നിൽക്കുക. രോഗിയാണെന്ന് പറഞ്ഞ് പോയി കിടന്നാൽ നീ കിടന്ന് അവിടെ കിടന്ന് മരിക്കും. രോഗിയാണെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നീ രാവിലെ ഇതിന് ജോലിക്ക് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഇന്ന് ക്ഷീണമാണ്, ഇന്ന് ബുദ്ധിമുട്ടാണ്, അവിടെ ഇരുന്നാൽ നീ ഇരുന്നു പോകും. നീ എഴുന്നേറ്റ് ഒരു കാര്യത്തിന് വേണ്ടി പോയ കർത്താവ് ഇരട്ടി പ്രതിഫലം നിനക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മടുപ്പ് പാടില്ല. പിശാചിന്റെ കളരിയാണ് ഈ മടുപ്പ്, അല്ല അലസത, ലേസിനെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അലസത എന്ന് പറഞ്ഞ പിശാചിന്റെ വർക്ക് പ്ലേസാ, പണിശാലയാ. പിശാചിന്റെ പണിശാലയുടെ പേര് അലസത. വെറുതെ ഒരു മിനിറ്റ് കളയരുത് മക്കളെ. ബൈബിളെങ്കിലും വായിച്ചുകൊണ്ട് ഇരുന്ന് ബൈബിൾ വായിക്കണം. നമ്മൾ ദൈവവചന വർഷമായിട്ട് നമ്മൾ കാണുക. ഈ വർഷത്തെ ഇരുന്ന് കുറച്ചു നേരം ബൈബിൾ വായിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശ്വസിപ്പിക്കുവൻ, കൺസോൾ ദം. ഭർത്താവിനെ ആശ്വസിപ്പിക്കണം, ഭാര്യയെ ആശ്വസിപ്പിക്കണം, മക്കളെ ആശ്വസിപ്പിക്കണം. നമ്മൾ കണ്ടുമുട്ടുന്നവര്, നമ്മുടെ അയലോക്കങ്ങനെ അപ്പോയിന്റ്മെന്റ്, ദിസ് ഈസ് യുവർ ഡ്യൂട്ടി. ആശ്വസിച്ചോളാനല്ല പറഞ്ഞേ, ആശ്വസിക്കാനല്ല പറഞ്ഞേ, ആശ്വസിപ്പിക്ക. ഹല്ലേലൂയ, സാരമില്ലെന്ന് നിനക്ക് പറയണമെങ്കിൽ നിന്റെ മനസ്സിനൊരു കരുത്ത് വേണം, നിനക്കൊരു അധികാരം വേണം. ഹല്ലേലൂയ, അധികാരമുള്ളവരായിട്ട് ജീവിക്കും മക്കളെ. അധികാരം വേണം നമുക്ക്. ഒരു പ്രശ്നത്തിന്റെ മേൽ ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ പറയണം, ഞാൻ പ്രാർത്ഥിച്ചോളാം. ധൈര്യമായിട്ടിരിക്കുക, ദൈവം ഇടപെടും. ഇന്ന് രാവിലെ വിമലയിലെ സാക്ഷ്യം പറഞ്ഞൊരു പെൺകുട്ടി, മക്കളില്ല. 3 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് 3 വർഷമായിട്ട് മക്കളില്ല. ഇവർ വന്ന് കാര്യം അച്ഛമ്മ 13 ആഴ്ച പ്രാർത്ഥിക്കുക, 10 ആഴ്ച പ്രാർത്ഥിക്കുക. ഇവർ 13 ആഴ്ച പ്രാർത്ഥിക്കും, 10 ആഴ്ച പ്രാർത്ഥിക്കും, ഒരു കൊച്ചും ഉണ്ടാകത്തില്ല. ഒരു ദിവസം വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് പറഞ്ഞു, നിങ്ങൾ ജനുവരി മാസം 13-ാം തീയതി നിങ്ങളുടെ പ്രാർത്ഥന നിർത്തിക്കും. സ്റ്റോപ്പ് യുവർ നൊവേനാസ് ഓൺ January 13th. അപ്പം ജനുവരി 13 ഞങ്ങൾ പ്രാർത്ഥന നിർത്തി, ഫെബ്രുവരി 13 ഞാൻ ഗർഭിണിയായി. ഇന്ന് കുഞ്ഞുമായിട്ട് ആൾക്കാരെ വന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു കുട്ടിയുടെ കാര്യം പറയാം. ഒരു ഉറപ്പ് വേണം മക്കള്. കർത്താവ് അനുഗ്രഹിക്കുമായിരിക്കും, ഇല്ല കർത്താവ് അനുഗ്രഹിക്കും. കർത്താവ് രക്ഷിക്കുമായിരിക്കും, അല്ല കർത്താവ് രക്ഷിക്കും. മക്കളെ പ്രവചിക്കാൻ പഠിക്കണം, മക്കളെ അനുഗ്രഹിക്കാൻ പഠിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. അത് നിന്റെ ജീവിതത്തിൽ അഭിഷേകമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശ്വസിപ്പിക്കുവൻ, എന്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവൻ. ഹല്ലേലൂയ. നിനക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കണമെങ്കിൽ നിനക്ക് ആശ്വാസം വേണം. നീ സമാധാനിപ്പിക്കണമെങ്കിൽ നിനക്ക് സമാധാനം വേണം. കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ മക്കള് സമാശ്വാസമുള്ളവരായിരിക്കണം. നമുക്ക് സമാധാനമുള്ളവരായിരിക്കണം. നമുക്ക് ബലമുള്ളവരാവണം. ഹല്ലേലൂയ, ചില മക്കളെയൊക്കെ ഞാൻ കണ്ടു അത്ഭുതപ്പെട്ട് നിൽക്കും കേട്ടോ. പ്രത്യേകിച്ച് ഈ വിധവകളായിട്ടുള്ള മക്കള്, ചെറുപ്രായത്തിൽ ഭർത്താവ് മരിച്ചു പോയി, പിന്നെ 2-3 കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ പിച്ച വെച്ച് ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ വന്നൊരു കുടുംബമൊക്കെ ഞാൻ ഓർക്കുക. 2 മക്കളുമൊക്കെ ആയിട്ട് വന്ന് നിൽക്കുക, പ്രായമുള്ള 2 മക്കളുമൊക്കെ ആയിട്ട്. അവർ എങ്ങനെ വളർന്നെന്ന് നോക്കണേ, എങ്ങനെ വളർന്നു. ഈ മക്കൾക്ക് അപ്പനും അമ്മയും ഈ അമ്മയായിരുന്നു. ഈ ഓന്മാര് കടാമുട്ടന്മാര് 10-30 വയസ്സ് പ്രായമുള്ള 2 ഓന്മാരും കൂടെ അമ്മയുടെ ഇടതും വലത്തും ഇങ്ങനെ ഒരു കൊച്ചുപിള്ളാരെ പോലെ നിൽക്കുക. ഞങ്ങൾ എന്തൊരു ഭാഗ്യം. പെൺപിള്ളാര് നിൽക്കത്തില്ലല്ലോ ഇന്ന്, പെൺപിള്ളാര് നിൽക്കത്തില്ലല്ലോ ഇന്ന് 2 ഓന്മാര് നിൽക്കുക, ഇടതും വലത്തും. നല്ല ഉദ്യോഗസ്ഥന്മാരാ, നല്ല ഉദ്യോഗസ്ഥമുള്ളവര്. ഹല്ലേലൂയ. അമ്മയുടെ ധൈര്യം അവര് കണ്ടിട്ടുണ്ട്, അമ്മയുടെ പ്രാർത്ഥന അവര് കണ്ടിട്ടുണ്ട്, അമ്മ അവരെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ആ മക്കൾക്ക് വേണ്ടത് അമ്മ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ മക്കൾക്ക് അവൾ അമ്മയല്ല, അവൾ അപ്പനും അമ്മയോ. ഹല്ലേലൂയ. ഇത് കരുത്തോടെ ജീവിക്കണം മക്കള്. അപ്പനും അമ്മയും ദൈവം കഴിഞ്ഞ മാതാ പിതാ ഗുരു ദൈവം അല്ലേ.
മാതാപിതാ ഗുരു ദൈവം മൂന്നാമതാ വരുന്നത് നമ്മുടെ മലയാള ഭാഷയിൽ. മാതാപിതാ ഗുരു ദൈവം, ഒരു ദൈവത്തിന്റെ സ്ഥാനത്ത് അപ്പനും അമ്മയൊക്കെ നിൽക്കണം. ഒരു ധൈര്യത്തിൽ നിൽക്കണം, ഒരു അഭിഷേകത്തിൽ നിൽക്കണം, ഒരു അനുഗ്രഹത്തിൽ നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജനത്തെ സമാശ്വസിപ്പിക്കുക. ഇറ്റ്സ് എ കമാൻഡ്മെന്റ്. മക്കളെ ആശ്വസിപ്പിച്ച് തന്നെ വിടാവുള്ളൂ. അവർക്ക് ആശ്വാസമല്ല, അത് ഒരു അനുഗ്രഹമായിട്ട്, ഒരു പ്രവചനമായിട്ട്, ഒരു അഭിഷേകമായിട്ട് നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ. ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും ഉള്ള വഴിവഴിച്ച വഴി കൂടെ ഒക്കെ പോയ ജെറുസലേം ശാന്തമായിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് പലപ്പോഴും ദൈവം നമ്മെ പുഞ്ചിരിക്കുന്ന ദൈവം ഇൻട്രോവേർട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഇൻട്രോവേർട്ട്. ദൈവം അധികം വർത്താനൊന്നും പറയില്ല. ചില മനുഷ്യരെ കണ്ടിട്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പറയുന്ന മുഴുവൻ കേൾക്കും. എന്നാ പറയുന്നത് ചോദിച്ചാൽ ഒരു വാക്യം പറഞ്ഞിട്ട് പിന്നെ ഇരുന്ന് ചിരിക്കും, പിന്നെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ? എനിക്ക് ദൈവം ഇൻട്രോവേർട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികം ഒന്നും പറയത്തില്ല, ചിരിച്ചുകൊണ്ടിരിക്കും, പുഞ്ചിരിക്കും. എല്ലാം അറിയാവുന്നതിൻ്റെ പ്രത്യേകതയാണത്. എല്ലാം അറിയാവുന്നതിൻ്റെ പ്രത്യേകതയാണ്. ദൈവം ഇങ്ങനെ ദൈവം പുഞ്ചിരിക്കുന്നു. ദൈവങ്ങൾ നമ്മളെയൊക്കെ നോക്കിയിട്ട് ദൈവം പുഞ്ചിരിക്കുന്നുണ്ട് കുഞ്ഞ്. നമ്മുടെ ജീവിതങ്ങളെയൊക്കെ നോക്കി ദൈവം പുഞ്ചിരിക്കുക. അവളോട് സൗമ്യമായി സംസാരിക്കണേ. അവളെ വഴക്കൊന്നും പറയണ്ട. ഞാൻ ചിലപ്പം ചില മാതാപിതാക്കളോട് പറയും, കൊച്ചുങ്ങളെ ഈ ഓട്ടിസം ഡൗൺ സിൻഡ്രോം ഉള്ള പിള്ളേരും ഒക്കെ ആയിട്ട് വരും. അതുങ്ങളെ എടുത്തിട്ട് തല്ലി ചതച്ചാണ് കൊണ്ടുവരുന്നത്. കാരണം പറഞ്ഞാൽ കേൾക്കണ്ടേ ഇവൻ. അവൻ ചെയ്തു കൂട്ടുന്ന ഓരോ പരിപാടി അവൻ തല്ലും, അവൻ്റെ അമ്മയെ തല്ലും. ചെയ്തു കൂട്ടുന്നവരുന്ന് പിടിവിടും. അമ്മ പറയും, എൻ്റെ അച്ഛാ ഒരു രക്ഷയില്ല, ഞാൻ വേണ്ടാന്ന് വിചാരിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒറ്റക്കാരി ഇവ സുഖപ്പെടണേന്നല്ല, ഇവനോട് ഞാൻ ദേഷ്യപ്പെടല്ലേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവനോട് വഴക്ക് പറയണ്ട. ഞാൻ പലപ്പോഴും ഈ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം, ഇവനെ വഴക്ക് പറയണ്ട. നമുക്ക് ഒത്തിരി ആശ്വാസമായി. എല്ലാം വഴക്കൊന്നും കാര്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വഴക്കൊക്കെ നിർത്തത്തില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദൈവങ്ങളെ ഒരു കാരുണ്യത്തിൻ്റെ അനുഭവമാണ്. അവളോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവൻ. അവളോട് പറയേണ്ട നിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഒന്നുമല്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ ദേഷ്യമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുക. ജീവിതത്തിൻ്റെ ഒരു പ്രശ്നത്തിലും ഒരു പ്രയാസത്തിലും ഒരുവനെ ഉപദേശം നീ നിന്റെ ഫ്രസ്ട്രേഷൻ കാണിക്കരുത്, നിന്റെ സങ്കടം കാണിക്കരുത്. നീ പറയേണ്ടത് ചിലപ്പോൾ ഇങ്ങനെ ഈ അമ്മ ഇങ്ങനെ കെട്ടിയോ കള്ളം കുടിച്ചു അത് വഴക്ക്, പിന്നെ ഈ പിള്ളേരുടെ മേക്കിട്ട് കയറുക. ചില ടീച്ചർമാരുണ്ട്, ഞങ്ങൾ പറയും, ഞങ്ങളുടെ പള്ളിക്കൂടത്തിൽ ടീച്ചറുണ്ടായിരുന്നു, കെട്ടിയോൻ ഇടി കൊടുക്കുന്ന ദിവസം പിള്ളേർക്ക് പൂരം, പിറ്റേ ദിവസം തിങ്കളാഴ്ച പൂരം അടിയാണ്. ഉത്തരം പറഞ്ഞാലും ടീച്ചർ അടിയോടടിയാണ് എന്ന് പറഞ്ഞ പോലെ മനുഷ്യന്റെ കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവവചനം വരട്ടെ. ബി മച്യൂർ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിൽ പാകത വന്നവര്, ദൈവത്തിന്റെ വചനത്തിൽ പക്വത വന്നവര്. നീ പറയുന്നതിന് കാരണം ഒരു ദൈവവചനത്തിൽ പറഞ്ഞു കൊടുക്കുക. ജീവിതത്തിന്റെ ഒരു റീസൺ അത് ബൈബിളായിട്ട് മാറട്ടെ മക്കളെ. നീ ഒരു കാര്യം ചെയ്യുന്നതിന്റെ കാരണം ദൈവവചനമായിട്ട് മാറട്ടെ. ഹല്ലേലൂയ. പിടിവിട്ടു പോയിച്ചാന്നാ പറയുന്നത്. ആത്മാവിൽ നിറയണ കൂട്ട. നമുക്കിന് ഞാൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനും ദേഷ്യപ്പെടുന്ന ആളൊക്കെയാണ്. നമ്മൾ ദൈവവചനം വരട്ടെ നമ്മുടെ മനസ്സിൽ നിന്ന്. ദൈവവചനം അവർക്ക് കൊടുക്കാൻ പറ്റട്ടെ. ഹല്ലേലൂയ. അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവൻ. അവളുടെ അടിമത്തം അവസാനിച്ചു. ഞാൻ പറഞ്ഞു, അടിമത്തം ആരംഭിച്ചതേ ഉള്ളൂ 40. പറയണം, ഗീവ് കോൺഫിഡൻസ് മക്കളെ, ഗീവ് കോൺഫിഡൻസ്. നമുക്കൊരു ബലം കൊടുക്കാം. ആർക്കും ഒരു ബലം കൊടുക്കാം. എഴുന്നേക്കൂന്ന്. എത്ര തളവാദം പിടിച്ചവൻ അവൻ എഴുന്നേക്കൂന്ന്. ജന്മനാ മുടന്തന്റെ കാലുകൾ സുഖപ്പെടുമെന്ന്. മരിച്ചിട്ട് 4 ദിവസമായവൻ മരണക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്ന്. കുഷ്ഠരോഗിക്ക് സൗഖ്യമുണ്ടാകുമെന്ന്. ജന്മനാന്തന് കാഴ്ച കിട്ടുമെന്ന്. ഹല്ലേലൂയ. നടക്കുകയല്ലെന്ന് ആരും ഒന്നും പറയില്ല. അങ്ങനത്തെ നെഗറ്റീവ് എക്സ്പ്രഷൻസ് പാടില്ല മക്കളെ. അതൊന്നും നടക്കാൻ പോകുന്ന, അത് നടക്കാനൊന്നും പോകില്ല. ദൈവം അത് നടത്തിക്കാൻ പോവുക. അത് നടക്കാൻ പോകുന്നൊന്നുമില്ല, പക്ഷെ ദൈവം അത് നടത്തിക്കാൻ പോവുക. എവിടെ മക്കളെ, ഈശോടെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഇങ്ങനെയൊക്കെ വീട്ടിലൊരു വിഷയം,
ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഒന്നിരിച്ചെന്ന് ഞാൻ പറയട്ടെ. പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മുടക്കിയത് നമ്മളാണ്. ജീവിതത്തിലുണ്ടാകും നല്ലൊരു വീട് വെക്കേണ്ട ഇപ്പോഴും കൂരപ്പരെ കിടക്കും, നമ്മൾ മുടക്കിയതാണ്. ഇല്ലെങ്കിൽ നല്ലൊരു കുടുംബജീവിതം കിട്ടിയേനെ, നമ്മൾ മുടക്കിയതാണ്. മക്കൾ ജനിച്ചേനെ, നമ്മൾ മുടക്കിയതാണ്. ഇന്ന് ഹന്നായുടെ ഒക്കെ തിരുവചനം വായിക്കുമ്പോൾ ഹന്ന വാതിൽ തുറന്നു കൊടുക്കുക, ദൈവസന്നിധിച്ചു ദൈവത്തെ ആരാധിക്കുന്നു, ഏലിപ്പുരോഗതി ആശീർവദിക്കുന്നു. അവൾ പിന്നെ ദുഃഖിച്ചിട്ടില്ല. അവൾ ഗർഭിണിയായി കഴിഞ്ഞിട്ടല്ല അവളുടെ സങ്കടം പോയത്, അവൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ സങ്കടം പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനകൾ നമ്മുടെ സങ്കടങ്ങൾ മാറ്റട്ടെ ദൈവം മക്കളെ. ഹല്ലേലൂയ. നിങ്ങൾ നിൽക്കുന്നിടത്ത് അല്ല നിങ്ങൾ നിൽക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി നിൽക്കുന്നവര്, പലതരത്തിൽ തടസ്സങ്ങള്, പലതരത്തിൽ തകർച്ചകള്, പലതരത്തിൽ ദുരന്തങ്ങള്. എന്നൊരു പെൺകുട്ടി പറയുന്നത് കേട്ടു, പല ഏജൻസികളും തട്ടിപ്പാണല്ലോ. പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ നീ ഇനി മേലെ നീ ജീവിതത്തിൽ യൂറോപ്പ് കാണത്തില്ലെന്ന് പറഞ്ഞു അവളോട്. നീ ജീവിതത്തിൽ യൂറോപ്പ് കാണത്തില്ല, നീ ഇന്നൊരു ആയുസിൽ യൂറോപ്പ് കാണത്തില്ലെന്ന് പറഞ്ഞു. പാവം പിടിച്ച പെണ്ണ. എന്നാലും അവള് പറഞ്ഞ താനല്ല തീരുമാനിക്കുന്നത്, എൻ്റെ ദൈവമാണ് തീരുമാനിക്കുന്നത്. അവള് യൂറോപ്പിൽ നിന്ന് വന്നിട്ട് സാക്ഷ്യം പറയുന്നത്, അവള് യൂറോപ്പിൽ നിന്ന് വന്നിട്ട് ഇത് പറഞ്ഞത്. നീ ആയുസ് ഉണ്ടെങ്കിൽ യൂറോപ്പ് കാണാനെന്ന് പറഞ്ഞവരോട് പറഞ്ഞു, എടാ നീ അല്ലടപ്പ നീ തീരുമാനിക്കുന്നത്, എന്റെ ദൈവമാണ് തീരുമാനിക്കുന്നത്. ആ കോൺഫിഡൻസ് ആ മക്കളെ ദൈവാനുഗ്രഹം കൊടുക്കുന്നത്. ആ കോൺഫിഡൻസിന്റെ പേരെ വിശ്വാസം, ആ കോൺഫിഡൻസിന്റെ പേരെ പ്രത്യാശ. മടുത്ത് നിൽക്കല്ലേ, എന്റെ വയറ്റ് മുഴുവൻ ക്യാൻസർ ആണ്, എന്റെ തലച്ചോറ് മുഴുവൻ മുഴയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. ജീവിതത്തിൽ ബലം വേണം മക്കളെ. ദൈവത്തിന്റെ ആത്മാവ് അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, വലുദൈവത്തെ ഹല്ലേലൂയ. അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു. അവളെ ശ്രമിക്കുക. എല്ലാവരിലും ഉണ്ട് എന്തെങ്കിലുമൊക്കെ തിന്മകൾ, അല്ലെങ്കിൽ മരിച്ചു പോയനെ. നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് കാരണം എന്നറിയോ? നമ്മളിലെ തിന്മകളെല്ലാം അസ്തമിച്ചിട്ടില്ല. ഏതോ തിന്മ നമ്മളിൽ, ആ തിന്മയും കൂടെ പ്യൂരിഫൈ ചെയ്താൽ, ചില ഈ മഠങ്ങളിലൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ചില അമ്മമാർ മരിക്കാതെ കിടക്കുമ്പോഴേ അവർ പറയും, അച്ഛാ ഇനി നല്ല വിശുദ്ധ കന്യാസ്ത്രീയെന്ന് ഓർത്തോണേ, എന്തോ വിട്ടുകൊടുക്കാനുണ്ട് അച്ഛാ, എന്തോ വിട്ടുകൊടുക്കാനുണ്ട്. പാവം എന്നെ വിട്ടുകൊടുക്കാനാണോ ദൈവം? ഞാൻ ചിന്തിക്കുക, ചിലപ്പോൾ ജീവിക്കാനുള്ള കൊതിയൊക്കെ ഈ മരിക്കാൻ നേരത്ത് കൂടുവേ. ഈ പ്രായമാകും തോറുവേ ജീവിക്കാനുള്ള കൊതി കൂടും. ചെറുപ്രായത്തിലൊന്നും വലിയ വിഷയമൊന്നുമല്ല. ഒരു 19 വയസ്സ് വരെ അടിച്ചു പൊളിച്ചുകൊണ്ട് നടക്കും. അത് കഴിയുമ്പോൾ മുതൽ ഒരു രോഗം എന്നൊക്കെ പറഞ്ഞാൽ ഞെട്ടല പിന്നെ. ചിലപ്പോൾ അങ്ങനെ വല്ലതും ആയിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവങ്ങളെ തിരുവചനം പഠിപ്പിക്കുകയാണ്, ഇതാ നിന്റെ തിന്മകൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചെയ്ത ഏതെങ്കിലും തെറ്റ് ക്ഷമിക്കപ്പെടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് കുംഭസാരം എന്ന കുദാശയുടെ മഹത്വം ഇവിടെയാണ് മക്കളെ. ഏത് വലിയ പാപമാണോ, ഏത് വലിയ തെറ്റാണോ ചെയ്തത്, അത് കർത്താവ് ക്ഷമിച്ചു തരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര വലിയൊരു അത്ഭുതമാണ്. നമ്മൾ ചീത്ത വിളിച്ചു, ഒരു ചീത്ത വിളിച്ചു, ഇതെങ്ങനെ മായ്ച്ചു കളയാന്നാണ് നിങ്ങൾ പറയുന്നത്? ഇല്ലെങ്കിൽ എന്താ പറയുക, ഒരു വ്യഭിചാരം ചെയ്തു, ഒരു അബോർഷൻ നടത്തി, ഒരു കൊലപാതകം ചെയ്തു, ഒരു വലിയ വഞ്ചന കാട്ടി, ഒരു വലിയ ചതി ചെയ്തു, എവിടെ തീരുമെന്ന് നിങ്ങൾ പറയണേ? ഒരുത്തിനെ തോണ്ടിയത് മായ്ച്ചു കളയാൻ നമുക്ക് പറ്റുമോ മക്കളെ? ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക. എത്ര വലിയൊരു കാരുണ്യമാണ്. നമ്മൾ ചിന്തിക്കേണ്ട, ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു കുംഭസാരത്തിലൊക്കെ ദൈവം നമ്മുടെ പാപം മോചിക്കുന്നത്. എങ്ങനെ വെറുതെ ആണെന്ന് വിചാരിക്കല്ല, ഇങ്ങനെയാ. ഇതാ പാപപരിഹാരത്തിന്റെ പാപപരിഹാരം, എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരം. അതുകൊണ്ടാണ് ഇവന് പാപം മോചിക്കാൻ അധികാരമുള്ളത്. ക്രിസ്തുവിന്റെ കുരിശുമരണം, ക്രിസ്തുവിന്റെ കുരിശുമരണം, റാൻസം.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടിട്ട് ചിലരെ തട്ടിക്കൊണ്ട് മോചനദ്രവ്യം ചോദിക്കും. അവനെ വിടാം. എത്രയാ? ഒരു 10 കോടി രൂപ തരണം. 10 കോടി രൂപ വേണം അവനെ വിടണമെങ്കിൽ. തട്ടിക്കൊണ്ട് പണ്ട് കാലത്ത് ഈ വൈദികരെയൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ടെ. ഇപ്പം നമ്മുടെ ചോമച്ചനുണ്ടല്ലോ, ചില തട്ടിക്കൊണ്ട് പോയിട്ട് എത്രയോ കോടി രൂപയാണ് അവർ റാൻസം ചോദിച്ചത്, മോചനദ്രവ്യം ചോദിച്ചത്. അവസാനം എന്തായാലും ഗവൺമെൻറ്റൊന്നും കൊടുത്തൊന്നുമില്ല, അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുക ചെയ്തത്. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ പാപത്തിന് എൻ്റെ ദൈവം കൊടുത്ത മോചനദ്രവ്യത്തെ പറ്റി? പിന്നെ നീ പാപം ചെയ്യലാടാ കുട്ടാ, പിന്നെ നീ പാപം ചെയ്യില്ല. ഹല്ലേലൂയ. ഈ പ്രായമാകാത്ത കൊച്ചുങ്ങൾ എന്നാ പറയുന്നത്, മൈനർ തെറ്റിയത് അപ്പം പോയി കിടന്ന് ശിക്ഷ അനുഭവിച്ചോണം. മൈനർ പ്രായത്തിൽ കുറഞ്ഞ ആളെ തെറ്റ് ചെയ്തെങ്കിൽ അപ്പം ശിക്ഷ അനുഭവിച്ചോണം. ഇതുപോലെ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ശിക്ഷ അനുഭവിക്കുന്നു എന്നൊക്കെ ധ്യാനിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ പാപം വിട്ടുപോകും മക്കളെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം വിശുദ്ധമായിട്ട് ജീവിക്കാൻ നമ്മൾ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു. എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ ഇരട്ടി ശിക്ഷ. ഒന്നൊന്ന് ചെവിക്ക് പോലും പിടിച്ചില്ല കർത്താവ്. ഇത്രയും തിന്മ ചെയ്തിട്ട് കർത്താവ് ഒന്ന് ചെവിക്ക് പിടിക്കുക പോലും ചെയ്തില്ല. എല്ലാവരും ഉണ്ടാവില്ല. ഇവരെല്ലാം പരിഹരിച്ചിട്ട് വന്നിരിക്കുന്ന പോലെ നിങ്ങളുടെ ഇരിപ്പ്. അല്ല, നിങ്ങൾ സത്യം കൊണ്ട് ആലോചിക്കുക. ആർക്കും അറിയാത്തൊരു ജീവിതം നിനക്കില്ലേ? നിനക്കും നിന്റെ ദൈവത്തിനും മാത്രം അറിയാവുന്നൊരു രഹസ്യ ജീവിതം നിനക്കില്ലേ? ഉണ്ടെന്ന് നിങ്ങൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ട്. നിനക്കും നിന്റെ ജീവിത പങ്കാളിക്ക് പോലും അറിയത്തില്ല, നിന്റെ മാതാപിതാക്കൾക്ക് അറിയത്തില്ല, നിന്റെ ആർക്കും അറിയത്തില്ല. നിനക്കും നിന്റെ ദൈവത്തിനും മാത്രം അറിയാവുന്നൊരു രഹസ്യ ജീവിതം നിനക്കില്ലേ? അങ്ങനൊക്കെ അങ്ങനെയുണ്ട്. അതിന്റെ കാര്യത്തിലാണ് കർത്താവ് ഇടപെടുന്നത്. നിന്റെ തെറ്റുകൾക്കുള്ള ഇരട്ടി ശിക്ഷ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവിക രഹസ്യങ്ങൾ ധ്യാനിച്ച മക്കളെ. ഇല്ലെങ്കിൽ നമ്മൾ കുറ്റബോധം, നമുക്ക് ഭ്രാന്ത് പിടിക്കും, സ്കിസോഫ്രീനിയ പിടിക്കും, ഭ്രാന്ത്, മുഴുഭ്രാന്ത്. ചില മനുഷ്യരൊക്കെ വന്നിട്ടുണ്ട്, ചില തെറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പറയുന്ന ചില കാരണങ്ങളൊക്കെ കൊണ്ട് ഭ്രാന്ത് പിടിച്ച മനുഷ്യരെ കൊണ്ടൊന്ന് മുമ്പിൽ ഇരുത്തിയിട്ടുണ്ട്. നമ്മൾ എത്ര പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാവില്ല. മോനെ പോട്ടെ, അത് കഴിഞ്ഞു, അത് പരിഹരിച്ചല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ മേലൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സത്യമായിട്ട് നിങ്ങളോട് പറയുന്ന കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഭ്രാന്ത് പിടിച്ച മനുഷ്യർ, ചില തെറ്റുകൾ, ചില പാപം, ചില ഡിപ്രഷൻ, കടുത്ത നിശബ്ദതയിലേക്ക്, മിണ്ടാത്ത അവസ്ഥയിലേക്ക് പോയ മനുഷ്യരെ കണ്ട് കുറ്റബോധമൊക്കെ മനസ്സിലിങ്ങനെ കടുത്ത കരിങ്കല്ല് പോലെ ഇങ്ങനെ ഇരിക്കുക, യാതൊരു വികാരവുമില്ലാത്ത മുഖവുമായിട്ട് വന്നിരിക്കുന്ന മനുഷ്യര്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒറ്റത്തിൽ പറ ഹല്ലേലൂയ. നമ്മളിങ്ങനെ കട്ടിപിടിച്ചു പോയ മനസ്സുകൾ, കരിങ്കല്ല് പോലത്തെ മനസ്സുകൾ. നിനക്ക് വേണ്ടി ആരോ വേദനിച്ചെന്ന്, നിനക്ക് വേണ്ടി ആരോ പരിഹാരം ചെയ്തെന്ന്, നിന്റെ കടം ആരോ വീട്ടിയെന്ന് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാരപ്പെട്ട ജീവിതങ്ങളുമായിട്ട് നടക്കുന്നവര്, വലിയ കുറ്റബോധത്തോടൊക്കെ ജീവിക്കുന്നവര്, തിരുവചനം ഇസ്രായേൽ മക്കളുടെ കഥയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷ ലഭിച്ചിരിക്കുന്നു. ഒരു സ്വരമുയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ. മരുഭൂമിയിൽ ദൈവങ്ങളെ നമ്മുടെയൊക്കെ ജീവിതങ്ങളായി വലിയ ജനക്കൂട്ടത്തിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ മരുഭൂമിയിൽ ജീവിക്കുക. മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ. ഹല്ലേലൂയ. ബൈബിളിന്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇസ്രായേൽ മക്കൾക്ക് നടക്കുവാനായിട്ട് മരുഭൂമിയിൽ കർത്താവ് വഴിയൊരുക്കി അവരെ വാഗ്ദത്ത ദേശത്തെത്തിച്ചതുപോലെ നിന്റെ ജീവിതമാകുന്ന മരുഭൂമിയിൽ കർത്താവിന് നടന്നു വരാൻ വേണ്ടി നീ വഴിയൊരുക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെ വഴിയൊരുക്കുന്നു. നീ എടുക്കുന്നൊരു ത്യാഗം. ഈ ദിവസങ്ങളിൽ കണ്ടൊരു വൈദികൻ അച്ഛനോട് പറയാം, അച്ഛൻ്റെ പള്ളിയുടെ പണി നടക്കുകയായിരുന്നു.
അച്ഛൻ്റെ പള്ളിയുടെ പണി നടക്കുക. അച്ഛൻ നോയമ്പെടുത്ത പള്ളി പണിയിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ നോയമ്പെടുത്ത പള്ളി പണിതുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ പാതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിച്ചാണ് പള്ളി പണിയത്. നിങ്ങളത് അറിയുന്നുണ്ടോ? ഈ അച്ഛൻ പാതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കും 3 മണി വരെ പള്ളിപ്പണി തീരാൻ വേണ്ടിയിട്ട്. അച്ഛൻ പറഞ്ഞു, ഞാൻ വർഷങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് മര്യാദയ്ക്ക്. ദൈവമക്കളെ, കർത്താവിന് എന്തുപറ്റി? മനോഹരമായൊരു ദേവാലയം അവിടെ തീർന്നെന്ന് അച്ഛൻ പറയാൻ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ത്യാഗമെടുത്ത് കർത്താവിന് വേണ്ടി വഴിയൊരുക്കാത്തത് കൊണ്ടാണ് മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരനുഗ്രഹം ഉണ്ടാകാതെ പോകുന്നത്. ഹല്ലേലൂയ. തിന്നും കുടിച്ചും ആഹ്ലാദിച്ചും നമുക്ക് ജീവിക്കുക. നീ കർത്താവ് കടന്നു വരാൻ വേണ്ടി ത്യാഗമെടുക്കണ കൊച്ച്. നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാത്തത്, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാത്തത്, നിന്റെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടാത്തതിന് കാരണം കർത്താവിനെ വഴിയൊരുക്കണം മക്കളെ. കഠിനാധ്വാനം, ഒരു വഴിയൊക്കെ ഉണ്ടാക്കുന്നത് അത്ര ഈസി ആയിട്ട് കാര്യമൊന്നുമല്ല. മരുഭൂമിയിൽ എങ്ങനെ വഴിയുണ്ടാക്കുന്നത്? ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് കടന്നു വരാനുള്ള ഒരു വഴി എന്റെ ജീവിതത്തില്. നീ എന്റെ കഷ്ടപ്പാടെടുത്തൊന്ന് ഈ ആഴ്ച നീ എന്ത് ത്യാഗമെടുത്തെന്ന് പറ. ക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നീ എന്ത് ചെയ്തെന്ന് പറ. ഹല്ലേലൂയ. വിശ്വനാമത്തിൽ അച്ഛന് പറയണേ, ഇല്ല ക്രിസ്തു കടന്നു പോകുമ്പോ ഇതിനെ നിന്റെ വീട്ടിൽ ഈശോ കേറത്തില്ല. നിന്റെ വീട്ടിൽ ഈശോ കേറത്തില്ല. കാരണം നിന്റെ വീട്ടിലേക്ക് ഈശോയ്ക്ക് കടന്നു വരാൻ വഴിയില്ലായിരുന്നു. ഉണ്ടാതിരിക്കുക എല്ലാരും കൂടെ. ഹല്ലേലൂയ. മക്കളെ തിരിച്ചറിയണം, മക്കളെ തിരിച്ചറിയണം. എൻ്റെ മനസ്സിൽ പോകുന്നതിന് പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുക. പലരും അനുഗ്രഹിക്കപ്പെടാത്തതിന്, പലർക്കും അനുഗ്രഹം കിട്ടാത്തതിന്, പല കുടുംബങ്ങളെ ഗുണം പിടിക്കാത്തതിന്, പല മക്കളെ ജീവിത തടസ്സങ്ങൾ നിലനിൽക്കാൻ കാരണം. ഇന്ന് നിങ്ങളത് ധ്യാനിക്കണം മക്കളെ. എൻ്റെ കുടുംബം എന്താ അനുഗ്രഹിക്കപ്പെടാത്തത്? എൻ്റെ മക്കൾ എന്താ അനുഗ്രഹിക്കപ്പെടാത്തത്? എൻ്റെ തലമുറ എന്താ അനുഗ്രഹിക്കപ്പെടാത്തത്? എൻ്റെ കുടുംബത്തിന് എന്താ ഒരു ഐശ്വര്യം വരാത്തത്? കേട്ടില്ല നിങ്ങൾ ഞാൻ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക മക്കളെ. ഞാൻ ചിന്തിക്കണം, ഒരു പുരോഹിതൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ കൃപ നിറയാത്തതിന് കാരണം എന്താ? നിങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ എന്താ ഇങ്ങനെ വരണ്ടു പോകുന്നത്? ഹല്ലേലൂയ. ഒരു സ്വരമേ, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കും. ഒറ്റ കുഞ്ഞു വരാത്ത വഴിയില്ല, നീ വിശാല വീതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഹൈവേ ഒരു സൈക്കിള് പോലും ചവിട്ടി ആരും പോകുന്നില്ല. ഒരു സൈക്കിളിനെ പോലും ചവിട്ടി അതിൽ ആരും പോകുന്നില്ല. But you are preparing a highway for the Lord. ദൈവമക്കളെ, ദൈവത്തെ കാണാണ്ടോടാ കൂട്ട. ആരും തിരിഞ്ഞു നോക്കാത്തിടത്തേക്ക് ആയിരക്കണക്കിന് 10,000-കണക്കിന് മാലാഖമാരുടെ അകമ്പടിയോടെ കടന്നു വരുന്ന കർത്താവിനെ നീ കണ്ടാൽ നിന്റെ കർത്താവിന് വേണ്ടി നീ രാജകീയ പാതകൾ ഒരുക്കോ. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ കൂടെ വല്ല പ്രധാനമന്ത്രിയോ വല്ല ഗവർണറോ വന്ന വഴി നന്നാകും. എല്ലാം കുത്തിയും കുഴിഞ്ഞും കിടക്കുമ്പോൾ മുഖ്യമന്ത്രി വരുന്നു, അല്ലെ പ്രധാനമന്ത്രി വരുന്നു, അല്ലെങ്കിൽ ഗവർണർ വരുന്നു പറഞ്ഞ വഴി നന്നാകും. നിന്റെ ദൈവം വരാൻ പോകട കൂട്ട. നിന്റെ ജീവിതത്തിൽ ദൈവങ്ങളെ ഈ 2026 ആണ്ടില് നിന്റെ ജീവിതത്തിലേക്കുള്ള ദൈവത്തിലുള്ള വഴി നീ ഒരുക്കുന്നതിനനുസരിച്ച് വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വിധി ഒന്നുമില്ല. മരുഭൂമിയിൽ പൂന്തോട്ടം കാണാൻ പറ്റണം മക്കളെ. മരുഭൂമിയിൽ പൂന്തോട്ടം ദർശനം കാണാൻ പറ്റണം മക്കളെ. ഉണങ്ങി വരേണ്ട കരിമ്പാകക്കൂട്ടങ്ങളിൽ നിന്ന് ഇതാ ദാഹജലം ഒഴുകിയിറങ്ങുന്നത് നീ ദർശനം കാണാൻ നിനക്ക് പറ്റണം. മക്കളെ, ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷങ്ങളിൽ നിറഞ്ഞ് ഫലം നിറഞ്ഞു നിൽക്കുന്നത് നിനക്ക് ദർശനം കാണാൻ പറ്റണം. ഹല്ലേലൂയ. പണ്ട് പറഞ്ഞൊരു കഥയാ, എന്നാലും പറഞ്ഞേക്കാം. വേനൽക്കാലമാണ്. ഇപ്പം അങ്ങനത്തെ വേനൽക്കാലം വരുന്നില്ല തോന്നുന്നു. പണ്ടൊക്കെ ഓർക്കുന്നുണ്ട്. ഞാൻ 1984 ഭയങ്കര വരൾച്ച വന്നു. വെള്ളമില്ല, നാട്ടിലൊന്നും വെള്ളമില്ലായിരുന്നൊരു കാലം. അങ്ങനെ മഴയില്ലാതിരുന്ന കാലത്ത് കന്യാസ്ത്രീ അമ്മ പറഞ്ഞു, മക്കളെ നമ്മളിന്ന് പള്ളിയിൽ പോയി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. നമ്മൾ നാളെ നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
ദൈവമക്കളെ കഥ ഇങ്ങനെയാണ്. കഥയൊന്നുമില്ല, സംഭവം തന്നെ. ഒരു കൊച്ചു പെൺകുട്ടി അവളൊരു കുടയായിട്ട് പോന്നു. മഴയില്ലാത്ത കാലത്ത് കുടയും പിടിച്ചുകൊണ്ട് ഇവളെന്തിനു വന്നെന്ന് സിസ്റ്റർ ചോദിച്ചു. കൊച്ചു പറഞ്ഞു, അമ്മ നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ പോകുന്നത്, പള്ളി കഴിയുമ്പോൾ മഴ പെയ്താൽ മഴ നനയത്തില്ലേ? കൊടയെടുക്കാൻ നമുക്കൊന്നും വയ്യ മക്കളെ, നമുക്ക് അത്രയ്ക്ക് വിശ്വാസമൊന്നുമില്ല. ആ കുഞ്ഞു പെൺകുട്ടി പറഞ്ഞു, അമ്മ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ പെയ്യുമ്പോഴത്തേക്ക് നനഞ്ഞു വരണ്ടേ, അതിനു വേണ്ടിയാ ഞാൻ കൊടയെടുത്തിരിക്കുന്നത്. എളിയ വിശ്വാസം മക്കളെ, കൊച്ചു കുഞ്ഞുങ്ങളുടെ വിശ്വാസം, അത് അത്ഭുതങ്ങളുടെ വിശ്വാസമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. താഴ്വരകൾ നികത്തപ്പെടും. താഴ്വാരം എന്നൊക്കെ ബൈബിളിലൊക്കെ പറയും നാണം കെട്ടി ജീവിക്കുന്ന ജീവിതമാണ്. ദുരന്തം, നാണം, അഭിമാനമില്ലാതെ ജീവിക്കുന്നൊരു കുഴഞ്ഞു കിടക്കുന്നൊരു ജീവിതം. God is going to level it. ദൈവം നിന്റെ താഴ്വാരത്തെ നികത്താൻ പോകണ കുഞ്ഞ്. ഇനി നീ താഴെ നിൽക്കുന്നവനല്ല, നീ ഇനി ഒപ്പം നിൽക്കുന്നവനായിട്ട് കർത്താവ്. സങ്കീർത്തനത്തില്ലേ, തൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം അവൻ ഇരുത്തുന്നു. ഇന്നത്തെ വചനമല്ലേ അത്? നിന്നെ കർത്താവ് ഒപ്പത്തിനൊപ്പം ഇരുത്താൻ പോവാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മലകളും കുന്നുകളും താഴ്ത്തപ്പെടും. ഇനി അഹങ്കാരികൾ ഉണ്ടാവില്ല. ഇനി മുട്ടുകുത്താൻ അറിയാവുന്നവരെ ദേശത്തുണ്ടാവത്തുള്ളൂ. ഇനി കൈ ഉയർത്താൻ അറിയുന്നവരെ ദേശത്തുണ്ടാവത്തുള്ളൂ. കുന്നും മലയുമൊക്കെ ഇങ്ങനെ താഴേക്ക് വരിക. നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ അറിയാവുന്നവരെ ഇനി ദേവാലയത്തിൽ വരത്തുള്ളൂ. എല്ലാവരും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കർത്താവിൽ ആനന്ദിക്കുന്ന ഒരു കാലം വരാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാ. കെണികള്, ഇനി കെണികളില്ല ദേശത്ത്. ഇനി കെണികളില്ല ദേശത്ത്. ഇനി അപകട മരണം ദേശത്തുണ്ടാകുന്നില്ല. കുഴികളെല്ലാം നികത്തപ്പെടാൻ പോവാ മക്കളെ. ഇനി അപകടങ്ങൾ ദേശത്തുണ്ടാകത്തില്ല. നമ്മൾ എത്ര വലിയ പ്രോമിസാ കർത്താവ് തരുന്നത്. നിന്റെ ജീവിതം കർത്താവിനോട് ചേർത്ത് വെക്കുമ്പോൾ ഹല്ലേലൂയ, ദുർഘട പ്രദേശങ്ങൾ സമതലമാകും. ആര് കടന്നു പോകാത്തിടങ്ങളിലൊക്കെ ആളുകൾ ഇനി വീട് വെക്കാൻ പോവാ. നിന്റെ ജീവിതം ഒരു മാലാഖമാര് വീട് വെച്ചൊരു പർദീസയായിട്ട് നിന്റെ ജീവിതം മാറാൻ പോവാ. ഇന്ന് വരെ ആരും തിരിഞ്ഞു നോക്കാതിരുക. നിന്റെ ജീവിതത്തിലേക്ക് മാലാഖമാര് വന്ന് വീട് വെക്കുന്ന ഒരു അനുഭവം തരാൻ പോവാ. ഹല്ലേലൂയ, കർത്താവിന്റെ മഹത്വം വെളിപ്പെടും. ഇന്നലെ വരെ അന്ധകാരമായിരുന്നത്, ഇന്നലെ വരെ ദുഃഖമായിരുന്നത്, ഇന്നലെ വരെ നിരാശയായിരുന്നിടത്ത് ആരാധനാ സ്തുതി കീർത്തനങ്ങൾ ഇതാ ഉയരാൻ പോവാ. ഹല്ലേലൂയ. മനുഷ്യരെല്ലാവരും ഒരുമിച്ചത് ദർശിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ദൈവമക്കളും എഴുന്നേറ്റ് ഇരുകരങ്ങളും തമ്പുരാന്റെ മക്കളിലേക്ക് ഒന്ന് നീട്ടിപ്പിടിച്ച്, ഓ പൈതല്, നിന്റെ മരുഭൂമി ജീവിതത്തില്, നിന്റെ കുന്നും കുഴിയിലേക്ക്, നിന്റെ താഴ്വാരങ്ങളിലേക്ക്, നിന്റെ തകർച്ചകളിലേക്ക്, നിന്റെ പരാജയങ്ങളിലേക്ക്, നിന്റെ സങ്കടങ്ങളിലേക്ക് ഈശോയേ, ഈശോയേ, ഈശോയേ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ